സർ, ഇന്ന് ലോകത്തിൻ്റെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അയോധ്യ, രാമജന്മഭൂമി. രാമൻ ജനിച്ച സ്ഥലത്ത് എല്ലാ വിവാദങ്ങളും പരിസമാപ്തിയിലേക്ക് എത്തി, കോടതി വിധിയുണ്ടായി. അവിടെ ഒരു നവ്യവും കരുത്തുറ്റതുമായൊരു രാമക്ഷേത്രം ഉയർന്നു. അന്ന് ഈ രാമക്ഷേത്രം അവിടെ ഭക്തർക്കായിട്ട് സമർപ്പിക്കുന്ന ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനത്തും അതുപോലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തണം എന്നാണ്. എന്നാൽ ജനങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്, ആഗ്രഹിച്ചതാണ്. എങ്ങനെയെങ്കിലും ഈ വിവാദങ്ങളൊക്കെ അവസാനിച്ച് അവിടെ രാമക്ഷേത്രം ഉയരണം. അതോടൊപ്പം തന്നെ അപ്പുറത്ത് പള്ളിക്കുമുള്ള ഇത് കോടതി ഇടപെട്ട് കൊടുത്തു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ട് ഒരു ട്രെയിനില്ല. അയോധ്യയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ട്രെയിൻ മാറി കയറണം. എന്തുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടും ഇങ്ങനൊരു നിർദ്ദേശം വെച്ചിട്ടും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തോ മറ്റേതെങ്കിലും ഒരു നഗരത്തിൽ നിന്നോ അയോധ്യയിലേക്ക് ഒരു ട്രെയിൻ സർവീസ് ആരംഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയമാണോ, നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തിന് അതിലെന്തെങ്കിലും പങ്കുണ്ടോ, എന്താണ്? അതൊന്ന് വിശദമായിട്ട് പറഞ്ഞാൽ കൊള്ളാം. കേരളത്തിൽ നിന്ന് 2 ട്രെയിനുകൾ ഈ അയോധ്യയുടെ ഒരു 30 കിലോമീറ്റർ ദൂരത്തൂടെ വർഷങ്ങളായിട്ട് പോകുന്നുണ്ട്. ഗോരഖ്പൂരിലേക്ക് പോകുന്ന ട്രെയിൻ. ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗോരഖ്പൂർ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എറണാകുളത്ത് നിന്നുണ്ട്, ഒന്ന് തിരുവനന്തപുരത്ത്. ഈ ഗോരഖ്പൂർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ കുടുംബസ്ഥലമാണ്. അദ്ദേഹം അവിടുത്തെ ആശ്രമത്തിന്റെ അധിപൻ കൂടെയാണ്. ഗോരഖ്നാഥ് മഠത്തിന്റെ അധിപൻ കൂടെയാണ് അദ്ദേഹം. ഇപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം തന്നെയാണ്. ഇപ്പം ഗോരഖ്നാഥ് മഠം എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ മഠത്തിനേക്കാളും, എല്ലാ മഠവും കൂടെ ചേർന്നാൽ അതിനേക്കാളും വലിയൊരു മഠമായിട്ട് വരും ഗോരഖ്നാഥ്. വലിയ സമ്പത്തുള്ള, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്കൂളുകളും കോളേജുകളും ഒക്കെ. ഗോരഖ്നാഥ് അധിപൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ രാജ്യത്തെ രാജാവിനെ പോലെയാണ്. അല്ല, അദ്ദേഹമാണ് ഈ നേപ്പാളിന്റെ അധിപതി. കൺകണ്ട ദൈവത്തെ പോലെ ആണ് അവിടുത്തെ മഠാധിപതി. ശരിക്കും കേട്ടിട്ടുള്ളത് ഈ നേപ്പാൾ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു സ്വതന്ത്ര രാഷ്ട്രമുണ്ടല്ലോ, അതിന്റെ അധിപതി ഗോരഖ്നാഥനാണ്. അതെ അതെ, വളരെ ബന്ധപ്പെട്ട പശുപതിനാഥൻ. അതായത് രാമൻ അയോധ്യ എന്നും സീത കാശ്മീരിൽ നിന്നൊന്നാണ്, നേപ്പാളിൽ നിന്നൊന്നാണല്ലോ ചരിത്രം. ജനകന്റെ രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യൻ ദേശീയതയുടെ തന്നെ ഒരു സിമ്പിളായിട്ട് മാറിയ, നമ്മുടെ ഒരു രാഷ്ട്രപതി ഭവൻ പോലെയോ അത് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയുടെ രാജ്യത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് മാറിയ ഒരു സ്ഥലമാണ് അയോധ്യ. അപ്പോൾ അയോധ്യയിലേക്ക് നമ്മൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും നോക്കുന്നത് ഈ CPM അനുകൂല, ഞാൻ പാർട്ടിപരമായിട്ട് പറയുന്നത്, CPM അനുകൂല ട്രേഡ് യൂണിയനുകളും സംഘടനകളുമുണ്ട്. ഇവരെല്ലാവരും മോദി നിൽക്കുന്നതിൻ്റെ എതിർവശത്താണ് എപ്പോഴും അവർ നിൽക്കുന്നത്. നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറയും. മോദി നല്ലതാന്ന് പറയണമെങ്കിൽ അവർ ചീത്തയാന്ന് പറയും, മോദി ചീത്തയാന്ന് പറഞ്ഞാൽ അവർ നല്ലതെന്ന് പറയും. അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അത് എന്തുകൊണ്ടുണ്ട്? അപ്പോൾ നരേന്ദ്രമോദിയെ പറ്റിയിട്ടുള്ള നല്ല വാർത്തകൾ അതെപ്പോഴും തമസ്കരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് നമ്മുടെ കയ്യിൽ പൂർണ്ണമായിട്ട് എത്തിക്കാതിരിക്കുക. അതിനകത്ത് മീഡിയയും യൂണിയനും എല്ലാവരും ചേർന്ന് ഒരു ഭാഗത്ത് ഫോക്കസായിട്ട് കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ ട്രെയിന് കേരളത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേയിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായപ്പോഴത്തേക്ക്, കാര്യം ഈ സതേൺ റെയിൽവേയുടെ യൂണിയൻ ഭരിക്കുന്നത് CPM ആണ്. SRMU. റെയിൽവേ മസ്ദൂർ യൂണിയൻ. പക്ഷേ അവർ മസ്ദൂർ യൂണിയൻ എന്നാണ് പറയുന്നുണ്ടെങ്കിലും റീജിയണൽ ഡയറക്ടേഴ്സിനെയും മേലിലുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഭരിക്കുന്ന ഒരു പരിധിവരെ അവരെ നിലവിട്ട് കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകത്തില്ല എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർ സ്തംഭിപ്പിച്ച് കളയും. അതിൻ്റെ വിദഗ്ധരാണ് അവർ. അതുകൊണ്ട് ഇപ്പോൾ അവർ പറഞ്ഞൊരു ന്യായം, അത് അയോധ്യയുടെ അടുത്തുകൂടെ പോകുന്നുണ്ടല്ലോ എന്നാണ്. ഈ റാപ്തിസാഗർ 2 അയോധ്യയുടെ അടുത്തുകൂടെ പോകുന്നുണ്ടല്ലോ, 30 കിലോമീറ്റർ മാറി പോകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ന്യായമാണ് അവർ പറഞ്ഞതും. അതാണ് ഇന്ന് വരെ ആ ഭാഗത്തേക്ക് ഒരു ട്രെയിൻ കേരളത്തിൽ നിന്ന് നേരിട്ട് പോകാത്തത്. ഇനി നമ്മൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് യശ്വന്ത്പൂരിൽ നിന്ന് നേരിട്ട് അയോധ്യയിൽ 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, കണ്ടോൺമെൻറ്റും ഉണ്ട്, അയോധ്യ ധാം വന്നത് ഈ അയോധ്യ മന്ദിറിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് അയോധ്യ ധാം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ പേരിട്ടത്. അപ്പോൾ അയോധ്യ ധാമിലേക്ക് യശ്വന്ത്പൂരിൽ നിന്ന് ട്രെയിനുണ്ട്. എന്തിന്? സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിൻ്റെ അങ്ങേ അറ്റമായ രാമേശ്വരത്തു നിന്ന് പോലും
അയോധ്യ ധാമിലേക്ക്. രാമനുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടാണല്ലോ അതെ അതെ അയോധ്യ രാമേശ്വരം. രാമേശ്വരത്ത് വന്നിട്ടാണല്ലോ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് പോയതായിട്ട്. അപ്പോൾ അവിടുന്ന് രാമേശ്വരത്ത് നിന്ന് ഒരു ട്രെയിൻ, അത് 3-4 സംസ്ഥാനങ്ങൾ കടന്നിട്ടാണ് ഈ ട്രെയിൻ അയോധ്യയിലെത്തുന്നത്. രാമേശ്വരത്ത് നിന്ന് ട്രെയിൻ ആരംഭിച്ച് അത് ചെന്നൈയിൽ വരും. ചെന്നൈയിൽ വന്നിട്ട് വിജയവാഡ, അതാണ് റൂട്ട്. വിജയവാഡ നേരെ അയോധ്യ ധാമിലേക്ക്, നാഗ്പൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ മഹാരാഷ്ട്രൻ ടച്ച് ചെയ്താൽ പോകുന്നത്. നാഗ്പൂർ ഇറ്റാർസി വഴി, ഇറ്റാർസി എന്ന് തിരിഞ്ഞ് എനിക്ക് തോന്നുന്നു ജബൽപൂർ വഴി കയറുമായിരിക്കും. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള റൂട്ടിൽ രാമേശ്വരത്ത് നിന്നൊരു ട്രെയിൻ പോകുന്നുണ്ട്. വീക്കിലി ട്രെയിനാണ്, എങ്കിൽ പോലും അത് വളരെ ഫുള്ളാണ്. നമുക്ക് ഒരു മാസത്തിന് മുമ്പ് ബുക്ക് ചെയ്താൽ പോലും അതിനകത്ത് സീറ്റ് കിട്ടാറില്ല. അപ്പോൾ റെയിൽവേ കാണിക്കുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ട്. ഇത് വഴി നമുക്ക് ആൾക്കാർ കൂടുതൽ പാസഞ്ചേഴ്സ് വരികയും നമുക്ക് കൂടുതൽ വരുമാനം വരികയും ചെയ്യുന്ന ഒരു കാര്യത്തിന് എന്ത് നഷ്ടം വന്നാലും സാരമില്ല. പണ്ടൊരു ഇതുണ്ട്, മൂക്ക് മുറിച്ച് ശകനം മുടക്കുക എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ അതേപോലെ മൂക്ക് മുറിച്ചായാലും ശകനം മുടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അനന്ത എക്സ്പ്രസ് എന്നുള്ള രീതിയിൽ ഒരു ട്രെയിൻ വേണമെന്ന് മന്ത്രിക്ക് പല നിവേദനങ്ങളും പല സംഘടനകളും കൊടുത്തിട്ടുണ്ട്. കാര്യം രാമേശ്വരം പോലെ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജഡായുപ്പാറ ആയാലും ശരി, നമ്മുടെ ശബരി ആയാലും ശരി, ഇതൊക്കെ ശ്രീരാമനുമായിട്ട് നേരിട്ട് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഈ 4 അമ്പലങ്ങളുള്ള, ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഇവരുടെ ഉള്ള ക്ഷേത്രങ്ങൾ ഏറ്റവും അപൂർവമായിട്ടുള്ളത് കേരളത്തിലാണ്. അതല്ല, നമ്മൾ ഈ 4 അമ്പല ദർശനം എന്ന് പറഞ്ഞൊരു കാര്യം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശ്രീരാമൻ്റെ ചരിത്രമായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ബന്ധപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്ന് ഒരു ട്രെയിൻ അയോധ്യയ്ക്ക് പോകരുതെന്ന് ആർക്കൊക്കെയോ ചില നിർബന്ധങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം അവർ ലാഭമാണ് നോക്കുന്നത്, കമ്പനി ലാഭമാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യാത്രക്കാർക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുക്കും. അതെ, ഇപ്പം ഇത് 30 കിലോമീറ്റർ ചെന്നിട്ട് ഒന്നിൽ ഗോണ്ട അല്ലെങ്കിൽ മംഗാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് 2 ദിവസം 3 ദിവസമൊക്കെ യാത്ര ചെയ്ത് പോകുന്ന ഒരു കുടുംബവും മാറി എന്തുമാത്രം നമ്മൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ ഈ സെക്യുലറിസം എന്നുള്ള പേരിൽ ഇപ്പം തിരുവനന്തപുരത്ത് എയിംസ് വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കോഴിക്കോടിനുള്ള സ്ഥലവും കൂടെ നമ്മൾ പരിഗണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഇടത്തും ഉണ്ടായില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മെട്രോ വന്നപ്പോഴത്തേക്ക് കോഴിക്കോട് മെട്രോ വേണമെന്ന് പറഞ്ഞ് 2 പ്രൊജക്റ്റായിട്ട് സമർപ്പിച്ചു, 2 ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് ഒന്ന് തുരങ്കം വയ്ക്കാനുള്ള അതിനൊരു ലോബി പ്രത്യേകമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് കേരളത്തിലോട്ട് ഇനി ഒരു ട്രെയിൻ കേരളത്തിൽ നിന്ന് അയോധ്യയിലോട്ട് പോകണമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ തന്നെ കനിയണമെന്നാണ് നമുക്ക് തോന്നുന്നത്. തിരിച്ച് നമ്മൾ മറ്റ് സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ ഏറ്റവും രാമനുമായിട്ട് ഏറ്റവും വിരോധം പറയുന്ന ഹൗറയിൽ നിന്ന് 2-3 ട്രെയിനുണ്ട് അയോധ്യ ധാമിലേക്ക്. പിന്നെ നമ്മുടെ ആന്ധ്രയിൽ നിന്നാണെങ്കിൽ വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിനുണ്ട്, ഹൈദരാബാദിൽ നിന്ന് ട്രെയിനുണ്ട്. ഹൈദരാബാദ് ഇപ്പോൾ വരുന്നത് തെലങ്കാന, സെക്കൻഡറാബാദിൽ നിന്ന് ട്രെയിനുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇതിനകത്ത് കവേർഡാണ്. പക്ഷേ കേരള സംസ്ഥാനം മാത്രം നമ്മൾ വേറെയാണ്, കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറകോട്ടടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ വികസനം എന്തായാലും ശ്രീരാമൻ്റെ വരവ് എന്തായാലും ഇവർക്കൊന്നും തടയാൻ സാധിച്ചിട്ടില്ല. ഈ ശ്രീരാമ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം തടസ്സങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായി. കേരളത്തിലെ ഈ പല സംഘടനകളും തീവ്രവാദ സംഘടനകളും ഉണ്ടായത് തന്നെ രാമക്ഷേത്രം കാരണമാണ്, രാമജന്മഭൂമി പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഘടനകൾ അത്രയും ഉണ്ടാക്കുക. അപ്പോൾ ഈ ശക്തികളെല്ലാം ഇതിന്റെ പുറകെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. ഇപ്പോഴും ഉണ്ടാവും. അവരുടെ വലിയ വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാൽ ഈ അന്ന് കേസ് കൊടുത്ത മസ്ജിദിന് വേണ്ടി കേസ് കൊടുത്ത ആൾ പോലും ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയെന്നാണ് ഈ ഇടയ്ക്കുള്ള റിപ്പോർട്ട് കേൾക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും കേരളത്തിൽ ഒരിക്കലും ഒരു അലിവുണ്ടാവില്ല എന്നുള്ള രീതിയാണ് കാര്യം. അദ്വാനിയെ ബോംബ് വയ്ക്കാൻ ശ്രമിച്ചത് തന്നെ രാമജന്മഭൂമിയിലേക്കുള്ള രഥയാത്രയുടെ പേരിലുള്ള വൈരാഗ്യമാണ്. അപ്പം ആ ഒരു തമിഴ്നാട്ടിൽ കേരളത്തിൽ ഒരു ബോർഡറിൽ ഒരു നല്ലൊരു ലോബി ഇനി ശക്തമായിട്ട് ഉണ്ട്. പക്ഷേ അത് വികസനത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ട്രെയിൻ പോയില്ല എന്ന് വെച്ചതുകൊണ്ട് മാത്രം രാമക്ഷേത്രത്തിൻ്റെ ഭംഗിക്ക് നമ്മുടെ നാട്ടിൻ്റെ ഭംഗി കുറയുന്നതേ ഉള്ളൂ. അവരുടെ രാമജന്മഭൂമിക്കുള്ള നമ്മുടെ തീർത്ഥാടകരെ, ഇവിടുന്ന് പോകുന്ന തീർത്ഥാടകരെ എന്നിട്ട് അവർക്കൊരു പേടിയും കൂടെ ഉണ്ട്. ഇവിടുന്ന് രാമജന്മക്ഷേത്രം കണ്ടു വന്നവർ തിരിച്ച് ശബരിമലയിൽ വന്നാൽ എന്ത് പറയുമെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ഈ സൗകര്യങ്ങളും സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ശബരിമലയിൽ അത് ഇത്രയും വൃത്തികെട്ട ഒരു
സംവിധാനം ഇന്ത്യയിൽ വേറെ ഒരു തീർത്ഥാടന സ്ഥലങ്ങളിലുണ്ടാവില്ല. തിരുപ്പതിയിലൊന്ന് പോയിട്ട് വന്നാലും മതി. തിരുപ്പതിയിൽ പോലും എത്രയോ സുഖസൗകര്യമായിട്ട് നമുക്ക് ദർശനം നടത്തി ഒരു അല്ലലില്ലാതെ അലട്ടില്ലാതെ വരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അതാ ശബരിമലയിൽ സംഗമം വരുന്നുണ്ട്, അയ്യപ്പ സംഗമം, ആഗോള സംഗമം വരുന്നുണ്ട്. എന്താവും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കോടതി വടിയെടുക്കാനാണ് സാധ്യത. സുപ്രീം കോടതിയിൽ അത് പോയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ കൂടെ പോയ അവിടുന്ന് പോയ സ്വർണ്ണപ്പാളികളെ പറ്റിയിട്ടുള്ള കഥയും കാര്യം അതിൻ്റെ ഒരു മാപ്പ് പറഞ്ഞല്ലോ. അത് മാപ്പല്ല പറഞ്ഞത്. അവിടെ ഇതിനകത്തൊരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡ് എന്ന് പറയുന്നത്, ഗോൾഡാണെങ്കിലും ചെമ്പാണെങ്കിലും അത് ആൻറ്റിക്കായി കഴിയുമ്പോഴത്തേക്ക്, അതായത് ഒരുപാട് കാലം പഴയ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ പല മടങ്ങായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ ഈ സ്വർണ്ണം ഇത്രയും കാലം 50 വർഷം പഴക്കമുള്ള സ്വർണ്ണത്തിന് ഇന്നുള്ള മാർക്കറ്റ് വിലയുടെ സ്വർണ്ണത്തിൻ്റെ വില ഇട്ടാൽ പോരാ, അതിൻ്റെ 10 ഇരട്ടി വിലയുണ്ട്. ഇതവരെ എടുത്തിട്ടാണ് പകരം ആ വിലയ്ക്കുള്ള സ്വർണം തന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ വിലയാവുന്നില്ല. ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊക്കെ നമുക്ക് കഴിയും. നമുക്ക് കാത്തിരിക്കാം. അയോധ്യയിലേക്ക് ട്രെയിൻ ഉണ്ടാവുന്നു. ഇത് കേൾക്കുന്ന ഭക്തജനങ്ങളെങ്കിലും കൂടുതൽ ആവശ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.